ചിക്കൻ മസാലക്കറിയാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത്. ഇത് പൊറോട്ട, നാൻ, ചപ്പാത്തി ഇതിനൊക്കെ പറ്റിയ നല്ലൊരു കറിയാണ്. അതുപോലെ നെയ്ച്ചോറിൻ്റെ കൂടെയും നല്ല ടേസ്റ്റാണ്. എന്നാൽ നമ്മുടെ പത്തലിനും നെയ്പ്പത്തലിനും ദോശയ്ക്കൊന്നും അത്ര നല്ല കോമ്പിനേഷനായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അതേസമയം പൊറോട്ടയുടെയൊക്കെ കൂടെ നല്ല ടേസ്റ്റായിട്ട് കഴിക്കാൻ പറ്റിയൊരു കറിയാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നിങ്ങൾ കണ്ണൂർ കിച്ചൺ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ചുവന്ന ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യൂ. എന്നിട്ട് അതിൻ്റെ അടുത്ത് കാണുന്ന ഈ ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യൂ. അപ്പോൾ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുന്നതായിരിക്കും. കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 2 മീഡിയം സൈസിലുള്ള സവാള വളരെ നേരിയതായിട്ട് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഈ സവാള ഒന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. നമുക്ക് ആദ്യം തന്നെ സവാള ഫ്രൈ ചെയ്യാം. അതിനുവേണ്ടി ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഈ ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായി വരണം. ഓയിൽ ചൂടായി കഴിയുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ച സവാള ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. മുഴുവനും ഒരുമിച്ച് ചേർക്കണ്ട, പകുതി പകുതിയായിട്ട് ചേർത്തിട്ട് ഫ്രൈ ചെയ്യാം. നല്ല ഗോൾഡൻ ബ്രൗൺ കളറാകുന്നത് വരെ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. നല്ല ക്രിസ്പി ആയിട്ട് കിട്ടണം. നമുക്കിത് പൊടിച്ചിട്ട് കറിയിലേക്ക് ചേർക്കാനുള്ളതാണ്. സവാളയുടെ കളറൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. നല്ല ഗോൾഡൻ ബ്രൗൺ കളറായി മാറിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എണ്ണയിൽ നിന്നും ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതുപോലെ മുഴുവൻ സവാളയും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. സവാള മുഴുവനും ഫ്രൈ ചെയ്തിട്ടുണ്ട്. ഇതൊന്ന് കുറച്ച് തണുത്തതിന് ശേഷം നമുക്ക് പൊടിച്ചെടുക്കാം. ഞാനിവിടെ 1 കിലോഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട് മസാലക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അല്പം വലിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് നന്നായിട്ട് കഴുകിയെടുത്ത ചിക്കനാണിത്. വെള്ളം മുഴുവൻ കളഞ്ഞെടുത്ത ഈ ചിക്കനിലേക്ക് നമുക്ക് 1/4 കപ്പ് തൈര് ചേർക്കാം. ഇത് അധികം പുളിയില്ലാത്ത തൈരായതുകൊണ്ടാണ് ഞാൻ 1/4 കപ്പ് ചേർക്കുന്നത്. പുളി കൂടിയ തൈരാണെങ്കിൽ ഒരു 1/2 കപ്പിൽ കുറവായിട്ട് ചേർക്കാൻ പാടുള്ളൂ. പുളി കൂടിക്കഴിഞ്ഞാൽ കറി ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ തൈര് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക. ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ആവശ്യത്തിനുള്ള ഉപ്പ്. നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച സവാള കുറച്ച് തണുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് കൈകൊണ്ട് പൊടിച്ചതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് പൊടിക്കണം. അതിനുശേഷം നമുക്ക് ഈ ചിക്കനിലേക്ക് ഇതും ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്ത സവാളയും തൈരും ഒക്കെ കൂടി ചിക്കനിൽ നന്നായിട്ട് പിടിപ്പിച്ചു കൊടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിവിടെ അടച്ചു വെക്കാം. ഒരു അരമണിക്കൂർ ഇതുപോലെ മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാനിതിവിടെ അടച്ചു വെക്കുകയാണ്. ഇനി നമുക്ക് കറിയിൽ ചേർക്കാൻ വേണ്ടിയിട്ടുള്ള പൊടികൾ ഒന്ന് ചൂടാക്കിയെടുക്കണം. അതിനുവേണ്ടി ഒരു പാൻ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ചേർക്കാം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വരെ ഗരം മസാല പൊടിയും കൂടി ചേർക്കാം. എന്നിട്ട് ഇത് മൂന്നും കൂടി ഒന്ന് ചൂടാക്കിയെടുക്കാം. തീ വളരെ കുറച്ച് വെച്ചിട്ട് വേണം ഈ പൗഡർ ചൂടാക്കിയെടുക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. ചെറിയ തീയിൽ വെച്ചിട്ട് 3-4 മിനിറ്റ് വരെ ഇതൊന്ന് ചൂടാക്കിയെടുത്താൽ മതി. ഇളക്കിക്കൊണ്ടേയിരിക്കുക. ഇതിപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കിനി ഇത് അടുപ്പത്തുനിന്ന് മാറ്റാം. എന്നിട്ട് കുറച്ചൊന്ന് തണുക്കുന്നത് വരെ ഇതുപോലെ ഒന്ന് ഇളക്കിയെടുക്കുക. എന്നിട്ട് കുറച്ചൊന്ന് തണുത്ത് കഴിയുമ്പോൾ ഇതൊരു മിക്സിയുടെ പൊടിക്കുന്ന ചെറിയ ജാറിലേക്ക് മാറ്റാം. ഇതിലേക്ക് ഒരു സവാളയുടെ പകുതി കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം. ഈ സവാളയും പൊടികളും കൂടി ഒരുമിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അതിനുവേണ്ടി ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളവും കൂടി ചേർക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. ഇതിവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാത്രം നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചെറുതായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോൾ നമ്മൾ അരച്ചു വെച്ച പേസ്റ്റ് ഇതിലേക്ക് ചേർക്കാം. മുഴുവൻ പേസ്റ്റും ചേർത്തതിന് ശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഓയിലിലേക്ക് പേസ്റ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് അതും ഇതിലേക്ക് ചേർക്കാം.
എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇത് നമുക്കിവിടെ അടച്ചു വെച്ചിട്ട് 5 മിനിറ്റ് ചെറിയ തീയിൽ നന്നായിട്ട് വേവിച്ചെടുക്കാം. ഇതിൽ ചേർത്തിരിക്കുന്ന സവാളയും പൊടികളും ഒക്കെ കൂടി നന്നായിട്ടൊന്ന് വെന്ത് വരണം. അപ്പോൾ 5 മിനിറ്റ് കുറഞ്ഞത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് വേവിക്കാം. ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കാൻ മറക്കരുത്, കാരണം ഇത് ചിലപ്പോൾ അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും അടച്ചു വെച്ച് വേവിക്കാം. ഇതിപ്പം മൊത്തത്തിലൊരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മളിത് അടച്ചു വെച്ച് വേവിക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ നമുക്കിത് വീണ്ടും ഒന്ന് തുറന്ന് നോക്കാം. മുകളിൽ നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല പാകത്തിന് വെന്തിട്ടുണ്ട്. നമ്മുടെ ഈ മസാല നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചിക്കൻ അതിലേക്ക് എടുക്കുന്ന ഗ്രേവിയോട് കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യാം. ഈ സമയത്ത് ഫ്ലെയിം നന്നായിട്ട് കൂട്ടി വെക്കുക. മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 4 മുതൽ 5 വരെ മിനിറ്റ് സമയം ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഇങ്ങനെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ചിക്കൻ ചെറുതായിട്ടൊന്ന് കുക്കാവണം, എങ്കിലേ ചിക്കൻ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. നമ്മൾ ചിക്കൻ ചേർത്ത ഉടനെ ലോ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ ആ ചിക്കൻ നന്നാവില്ല. അപ്പോൾ ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് തന്നെ ഒരു 5 മിനിറ്റ് ഇതുപോലെ ഇളക്കി ചിക്കൻ ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഞാനിപ്പോൾ ഏകദേശം 5 മിനിറ്റോളം ഇതുപോലെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ചിക്കൻ നന്നായിട്ടൊന്ന് ഇളക്കി ചെറുതായിട്ടൊന്ന് വേവിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിവിടെ അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 20 മിനിറ്റ് ചിക്കൻ വേവിച്ചെടുക്കണം. അടച്ചു വെച്ചതിന് ശേഷം ഫ്ലെയിം കുറച്ച് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിലാക്കി വെക്കാം. അതിനുശേഷം ഒരു 20 മിനിറ്റ് ചിക്കൻ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഒരു 20 മിനിറ്റൊക്കെ ആയിട്ടുണ്ട് നമ്മളിത് അടുപ്പത്ത് വെച്ചിട്ട്. ഇനി ഇതൊന്ന് തുറന്ന് നോക്കാം. കറിയിൽ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. ഒരു 2 മിനിറ്റ് വരെ കുറച്ചുകൂടി ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. നമ്മൾ ഇത്രയും നേരം ലോ ഫ്ലെയിമിലായിരുന്നു വേവിച്ചിരുന്നത്. അപ്പോൾ ഇനി കുറച്ച് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് ഒരു 2 മിനിറ്റ് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. നമ്മുടെ കറി നല്ല പാകത്തിലായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ചിക്കൻ വെന്ത് കഴിഞ്ഞൊരു 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്താൽ ചിക്കൻ്റെ ടേസ്റ്റ് ഒന്നുകൂടി കൂടും. അതുകൊണ്ട് ആ ഒരു സ്റ്റെപ്പ് നിങ്ങൾ ഒഴിവാക്കരുത്. അപ്പോൾ മല്ലിയിലയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കറി ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി ഇത് അടുപ്പത്തുനിന്ന് മാറ്റി വെക്കാം. എന്നിട്ട് ഇതുപോലെ ഒരു പ്ലേറ്റിലേക്ക് വിളമ്പാം. നമ്മുടെ ചിക്കൻ മസാലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു കറിയാണ്. നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം. നമുക്ക് പൊറോട്ടയുടെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി കറിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്